ലൊക്കേഷൻ ഇട്. ഞാൻ ഇട്ടു, നീ ഇട്. ശരി, നീ ആ ചേച്ചീനെ വിളിക്ക്. ചേച്ചി. എന്താ മക്കളെ, നിങ്ങൾ എന്നെ വിളിച്ചോ? ആ ചേച്ചീനെ തന്നെ വിളിച്ചേ, ഇങ്ങോട്ടൊന്ന് വരുവോ? ശരി, ഞാനിപ്പോ വരാം. എന്താ മക്കളെ, എന്തിനാ എന്നെ വിളിച്ചേ? ചേച്ചി, ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ദിവസമായി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട്. ആ ചേച്ചി, ഞങ്ങൾക്ക് വളരെയധികം വിശക്കുന്നുണ്ട്. ഞങ്ങൾ എന്തു ചെയ്യും? ഇനിയും ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും മരിച്ചു പോകും. അയ്യോ പാവം കുട്ടികള്, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഫോണിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. കടയിൽ പോയി വാങ്ങുന്നതൊന്നും ഒട്ടും നടക്കുന്ന പരിപാടിയല്ല. പക്ഷെ എൻ്റെ ഫോണിൽ പൈസ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പൈസ ഉണ്ടോ? മക്കളെ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എൻ്റെ ഫോണിൽ പൈസ ഉണ്ടോ നോക്കി നോക്കട്ടെ. പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരാം കേട്ടോ. ശരി ചേച്ചി, താങ്ക് യു ചേച്ചി. അയ്യോ ഗൂഗിൾ പേയിൽ പൈസ ഇല്ലല്ലോ. ഷേ, ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? മക്കളെ, എൻ്റെ ഫോണിൽ പൈസ ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഒരുപാട് നോക്കി, ആരെങ്കിലും കടം തരുമോന്നൊക്കെ നോക്കി, പക്ഷെ ആരും തരുന്നില്ല എന്നല്ല, ഒരുപാട് ആൾക്കാരെ വിളിച്ചു നോക്കി, ആരും ഫോൺ എടുക്കണില്ലേ. അതാണോ ചേച്ചി? സാരമില്ല, ഞങ്ങള് പൊക്കോളാം. എന്നാലും ശ്രമിച്ചല്ലോ ചേച്ചി. താങ്ക് യു ചേച്ചി. നിങ്ങളെന്തിനാ താങ്ക്സ് പറയുന്നേ? എനിക്ക് നിങ്ങൾക്ക് ഫുഡ് വാങ്ങിത്തരാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാലും ചേച്ചി ശ്രമിച്ചില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ പോവാട്ടോ ചേച്ചി. അതെ ചേച്ചി, ഞങ്ങൾ ഇനി വേറെ ആരുടെങ്കിലും ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ശരി മക്കളെ, നിങ്ങൾ വേറെ ആരുടെയും ചോദിച്ചു നോക്ക് കേട്ടോ. എൻ്റെ അടുത്ത് പൈസയും ഇല്ല, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരായിരുന്നല്ലോ. എന്നാ ശരി ചേച്ചി, ഞങ്ങൾ പോവാ. ശരി മക്കളെ. ഷോ, പാവം മക്കള്, എനിക്കൊന്നും കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലല്ലോ. ഷേ, ഞാൻ എന്തായാലും പോവട്ടെ, വീട്ടിലേക്ക് പോവാ. ഇപ്പോൾ ആ കുട്ടികളെ സഹായിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മൂഡ് പോയി. ഞാൻ പോട്ടെ. ചേച്ചി നല്ല സ്വഭാവമല്ലേ? അതെ, നല്ല സ്വഭാവ. എന്തായാലും ഈ ചേച്ചിയും നല്ല സ്വഭാവ. നമുക്കിനി അടുത്ത ആളെ തിരയാൻ പോവണ്ടേ?